ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ എത്ര തവണ പോയാലും അതിശയിപ്പിക്കുന്ന നാടാണ് നമ്മുടെ വയനാട്. അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളും റിസോർട്ടുകളും ടൈമിംഗ്, ചാർജ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വയനാട് പോകുന്നവർ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. താമരശ്ശേരി ചുരം വഴിയുള്ള ഓർഡറിലാണ് സ്ഥലങ്ങൾ കാണിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. താമരശ്ശേരി ചുരം വയനാട് ജില്ലയുടെ പ്രവേശന കവാടമാണ് ലക്കിടി. താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലായിട്ടാണ് ലക്കിടി വ്യൂ പോയിൻ്റ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. കോട ഇറങ്ങിയാൽ പിന്നെ അടുത്തുള്ള കാഴ്ച തന്നെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ചുരം വഴി പോകുന്നവർ ലക്കിടി വ്യൂ പോയിൻറ്റിൽ നിർത്താറുണ്ട്. കരിന്തണ്ടൻ ടെമ്പിൾ ലക്കിടി വ്യൂ പോയിൻറ്റിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് ചങ്ങലമരത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ചുരത്തിലൂടെ വയനാട്ടിലേക്കുള്ള വഴി കണ്ടെത്തിയ വ്യക്തിയാണ് ആദിവാസി യുവാവായിരുന്ന കരിന്തണ്ടൻ. കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ മൈസൂർ വഴി കടത്താൻ വഴിയില്ലാതെ വിഷമിച്ചിരുന്ന കാലം. കരിന്തണ്ടൻ്റെ കഠിന പ്രയത്നത്തിലൂടെയാണ് അടിവാരത്തു നിന്നും ലക്കിടിയിലേക്കുള്ള എളുപ്പവഴി കണ്ടെത്തിയത്. വയനാടൻ കാടിനെ അറിയുന്ന കരിന്തണ്ടൻ്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയാണ്. കാലങ്ങളായി ശ്രമിച്ചിട്ടും സാധിക്കാത്തത് ഒരു ആദിവാസി യുവാവിൻ്റെ സഹായത്തോടെയാണ് സാധിച്ചതെന്ന് ആരും അറിയാതെയിരിക്കാൻ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ വധിക്കുകയാണ് ചെയ്തത്. ലക്കിടിയിൽ കരിന്തണ്ടന് ഇന്നൊരു സ്മാരകമുണ്ട്. വഴിയോരത്ത് ചങ്ങല ചുറ്റിയ ഒരു മരത്തിൻ്റെ രൂപത്തിൽ. കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ ചങ്ങലമരത്തിൽ തളച്ചതായി ആദിവാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ടീൻസാനിയ അഡ്വഞ്ചർ പാർക്ക് കരിന്തണ്ടൻ ടെമ്പിളിനടുത്തായിട്ടാണ് ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 50 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. റൈഡിന് ഓരോന്നും സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റുമുണ്ട്. അൾട്രാ പാർക്ക് ടീൻസാനിയ പാർക്കിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി എന്നൂരിനടുത്തുള്ള അൾട്രാ പാർക്ക് വയനാട്ടിലെ ടൂറിസം മേഖലയിൽ പുത്തൻ അനുഭവത്തിൻ്റെ വിസ്മയ ലോകമാണ്. സ്കൈ വാക്ക്, ഗ്ലാസ് ബ്രിഡ്ജ്, ബങ്കി ജംപ്, വിവിധ സ്വിംഗ് റൈഡുകൾ, ഫ്ലൈയിങ് ഫോക്സ്, റെയിൻ ഡാൻസ്, കിഡ്ഡി കേവ് തുടങ്ങിയ നവീനമായ വിനോദ സംവിധാനങ്ങളാണ് സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 300 രൂപ എൻട്രി ടിക്കറ്റ് എടുത്താൽ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റും. മറ്റു റൈഡുകൾക്കൊക്കെ സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട്. എന്നൂര് അൾട്രാ പാർക്കിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് എൻട്രി ചാർജ്. ജീപ്പിന് 30 രൂപ എക്സ്ട്രാ വരും. രാവിലെ 9 മണി മുതൽ 5 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. കേരളത്തിലെ ഗോത്ര ജനതയുടെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യ വിജ്ഞാനവും പരിചയപ്പെടുത്തുന്നതാണ് എന്നൂര്. പൂക്കോട് ലേക്ക് എന്നൂരിൽ നിന്ന് 3 കിലോമീറ്റർ മാറി വയനാട് ജില്ലയിലെ സുന്ദരമായ ഒരു തടാകമാണ് പൂക്കോട് ലേക്ക്. വയനാട്ടിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ തടാകം. തടാകത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യവും കുട്ടികൾക്കുള്ള ചെറിയ പാർക്കുമുണ്ട്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് എൻട്രി ചാർജ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ജംഗിൾ ബുക്ക് പെറ്റ്സ് പാർക്ക് പൂക്കോട് ലേക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 40 രൂപയുമാണ് എൻട്രി ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. രാവിലെ 8:30 മുതൽ 6:30 വരെയാണ് ടൈമിംഗ് വരുന്നത്. പൂക്കോട് തടാകത്തിലേക്ക് വരുന്നവർക്ക് കുട്ടികളുമായി പോകാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ചെറിയൊരു പാർക്കാണെങ്കിലും ഇതിനകത്ത് ഒരുപാട് പെറ്റ്സിനെയും ബേഡ്സിനെയും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ബേഡ്സ് ഫീഡിങ്ങിന് ചാർജൊന്നുമില്ല. ഇഗ്വാന, മക്കാവോ, സ്നേക്ക് തുടങ്ങി പെറ്റ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഫിഷ് ഫീഡിംഗ്, ഫിഷ് സ്പാ തുടങ്ങിയവയ്ക്കും പ്രത്യേകം ചാർജ് വരുന്നുണ്ട്.
ഹണി മ്യൂസിയം പൂക്കോട് ലേക്കിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മുതിർന്ന ആളുകൾക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ്. രാവിലെ 9:30 മുതൽ 8:30 വരെയാണ് ടൈമിംഗ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തേൻ മ്യൂസിയമാണിത്. തേനിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. പല വെറൈറ്റി തേനുകൾ ഇവിടെ നിന്ന് വാങ്ങിക്കാനും സാധിക്കും. വൈത്തിരി അഡ്വഞ്ചർ പാർക്ക് ഹണി മ്യൂസിയത്തിൽ നിന്ന് 3.5 കിലോമീറ്റർ മാറിയിട്ടാണ് പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 9 മണി മുതൽ 6 വരെയാണ് ടൈമിംഗ്. 40ഓളം ആക്ടിവിറ്റീസ് അടങ്ങുന്ന പാർക്കിൽ മുതിർന്നവർക്ക് 699 രൂപയും കുട്ടികൾക്ക് 499 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. വാവ് പാർക്ക് വൈത്തിരി പാർക്കിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 9:30 മണി മുതൽ 7 വരെയാണ് ടൈമിംഗ്. ഏറ്റവും നീളം കൂടിയ സ്കൈ സൈക്ലിംഗ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സിപ്പ് ലൈൻ, ജെയിൻ സിംഗ്, പ്ലാന്റേഷൻ റൈഡ് തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസ്. റൈഡ് ഓരോന്നിനും 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ലാല ലാൻഡ് പാർക്ക് വാവ് പാർക്കിനടുത്താണ് ഈ പാർക്കിൻ്റെയും ലൊക്കേഷൻ വരുന്നത്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. പാർക്കിംഗ് ചാർജ് വാങ്ങുന്നുണ്ട്. റൈഡ് ഓരോന്നിനും ഓരോ ചാർജ് വരും. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ പ്രവർത്തിക്കുന്ന പാർക്ക് നൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. വൈത്തിരിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ബാനാസുര ഡാം, മാനന്തവാടി റൂട്ടിലേക്കാണ് പോകുന്നത്. വൈത്തിരിയിൽ നിന്ന് വലത്തോട്ടേക്ക് തിരിഞ്ഞ് മേപ്പാടി ഭാഗത്തേക്കുള്ള സ്ഥലങ്ങൾ ആദ്യം നോക്കാം. ചെമ്പ്ര പീക്ക് വയനാട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ചെമ്പ്ര. മനം കവരുന്ന പ്രകൃതിയാണ് ചെമ്പ്രയുടെ സവിശേഷത. അപൂർവ സസ്യജാലങ്ങളുടെയും വന്യജീവികളുടെയും വിഹാരവേദിയായ ചെമ്പ്രയുടെ മടിത്തട്ടിലെ ഹൃദയാകൃതിയിലുള്ള തടാകവും വെള്ളച്ചാട്ടവും സഞ്ചാരികളെ വരവേൽക്കുന്നു. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ചാർജ്. രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. തേയിലത്തോട്ടത്തിലൂടെ പോയി വാച്ച് ടവറിൽ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റും. മലയുടെ മുകളിലേക്കുള്ള ട്രക്കിംഗ് രാവിലെ 7 മണി മുതൽ ഉച്ചക്ക് 12 മണി വരെയാണ്. 5 പേരടങ്ങുന്ന ഗ്രൂപ്പിന് 1770 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഒരു ദിവസം 200 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. രാവിലെ നേരത്തെ എത്തുന്നവർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ. 3 കിലോമീറ്ററോളം നടന്ന് മല കയറിയാൽ ഹൃദയാകൃതിയിലുള്ള തടാകത്തിലെത്താൻ പറ്റും. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ബോച്ചെ 1000 ഏക്കർ മേപ്പാടിയിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയാണ് ബോച്ചെ 1000 ഏക്കർ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് റിസോർട്ട് അഡ്വഞ്ചേഴ്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വേൾഡിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വയനാടിൻ്റെ ടൂറിസം മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതികളാണ് ബോച്ചെ 1000 ഏക്കറിൽ ലക്ഷ്യമിടുന്നത്. പരിസ്ഥിതി സൗഹൃദ പാർക്ക്, താമസത്തിനായി ബബിൾ ഹൗസ്, മഡ് ഹൗസ്, വുഡ് ഹൗസ്, ബാംബു ഹൗസ്, ട്രക്കിംഗ്, ജംഗിൾ സഫാരി, കുതിര സഫാരി, അഡ്വഞ്ചർ ടൂറിസം, ഫാമിംഗ്, ആയുർവേദ ചികിത്സ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ബോച്ചെ 1000 ഏക്കർ. കാന്തൻപാറ വെള്ളച്ചാട്ടം മേപ്പാടിയിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയാണ് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വയനാട്ടിലെ മറ്റു വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് കാന്തൻപാറയിലേക്ക് എത്താൻ എളുപ്പമാണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിനരികിൽ വരെ റോഡുള്ളതുകൊണ്ട് തന്നെ സ്വന്തം വാഹനത്തിലെത്തുന്നവർക്ക് അധികം നടക്കാതെ ഇവിടേക്ക് വരാൻ പറ്റും. പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട്. ബസ്സിൽ വരുന്നവർക്ക് ഇവിടേക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് എൻട്രി ടൈം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് ആദ്യം കയറിയാൽ കാണുന്നത് ചെറിയൊരു ബാംബു ഫോറസ്റ്റാണ്. മുളച്ചെടികൾ കൊണ്ട് പ്രകൃതി തീർത്ത ഒരു ഹട്ടാണിത്. ഇതിനകത്ത് ഇരിപ്പിടങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇതാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ആഴം കുറവായതുകൊണ്ട് തന്നെ സേഫായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. കുളിക്കുന്നവർക്ക് ഡ്രസ് ചേഞ്ചിങ് റൂമും ടോയ്ലറ്റ് സൗകര്യവും ഇവിടെ തന്നെയുണ്ട്. നടപ്പാതയിലൂടെ പോയാൽ അടുത്ത വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റും. കുറച്ച് താഴേക്ക് ഇറങ്ങാനുണ്ട്. ഇടയ്ക്ക് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
താഴെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. വെള്ളച്ചാട്ടവും അതിൻ്റെ ചുറ്റുമുള്ള പരിസരവും അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞതാണ്. തൊള്ളായിരം കണ്ടി കാടും മലയും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷമുള്ള ഇവിടം പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. ഒരുപാട് ഫോറസ്റ്റ് റിസോർട്ടുകൾ ഇവിടെയുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യമായി വന്നത് തൊള്ളായിരം കണ്ടി എക്കോ പാർക്കിലാണ്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസുമുണ്ട്. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ജീപ്പിലൂടെ മാത്രമേ എത്താൻ പറ്റുള്ളൂ. സൂചിപ്പാറ വാട്ടർഫോൾ തൊള്ളായിരം കണ്ടിക്ക് അടുത്താണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. 65 രൂപയാണ് ചാർജ് വരുന്നത്. മലഞ്ചെരുവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് സൂചിപ്പാറയിൽ പ്രകൃതി ഒരുക്കി വെക്കുന്നത്. മഴക്കാലമില്ലാത്തപ്പോൾ താഴെ വെള്ളം വീഴുന്ന ചെറിയ തടാകത്തിൽ കുളിക്കാനും പറ്റും. വെള്ളച്ചാട്ടത്തിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം 7.5 കിലോമീറ്റർ മാറി തേയിലത്തോട്ടങ്ങൾക്ക് മുകളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. മുതിർന്നവർക്ക് 300 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ജീപ്പിലൂടെ മാത്രമേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. 7 പേർക്ക് പോകാവുന്ന ജീപ്പിന് 300 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. റിപ്പൺ ടീ ഫാക്ടറി മേപ്പാടിയിൽ നിന്ന് 7 കിലോമീറ്റർ മാറി 443 ഹെക്ടർ വിസ്തൃതിയിൽ വയനാട് മലനിരകളുടെ ചെരുവുകളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് റിപ്പൺ ടീ എസ്റ്റേറ്റ്. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ടീ ഫാക്ടറിയുമുണ്ട് ഇവിടെ. പുതുതായി പറിച്ചെടുത്ത പച്ച ഇലകൾ മുതൽ അതിൻ്റെ പാക്കേജിംഗ് വരെയുള്ള മുഴുവൻ പ്രോസസ്സിംഗ് രീതിയും സന്ദർശകർക്ക് ഫാക്ടറിയിൽ കാണാൻ പറ്റും. 8 മണി മുതൽ 2 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. സൺറൈസ് വാലി റിപ്പൺ ടീ ഫാക്ടറിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി പാടിവയലിനടുത്തായിട്ടാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പാടിവയലിൽ നിന്നും സൺറൈസ് വാലിയിലേക്കുള്ള റോഡ് അവസാനിക്കുന്നിടത്ത് സൈഡിൽ കാണുന്ന ഈ ചെറിയ വഴിയിലൂടെ കയറി വേണം അവിടേക്ക് പോകാൻ. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളൊക്കെ കുറവായിരിക്കും. അപകടം നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൂടെ ഒരു 10 മിനിറ്റോളം നമുക്ക് നടക്കാനുണ്ട്. ഇതിനടുത്തായിട്ടാണ് സൺറൈസ് വാലി റിസോർട്ട് ഉള്ളത്. നടന്ന് പാറപ്പുറത്തെത്തിയാൽ ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ടേക്കുള്ള വഴി കണ്ടാൽ ഇത്രയും മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഇവിടെയുള്ളത് അറിയാൻ പറ്റില്ല. കോടമഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് മീൻമുട്ടി വെള്ളച്ചാട്ടവും അട്ടമലയിലെ വെള്ളച്ചാട്ടവും ഈ 2 വെള്ളച്ചാട്ടങ്ങളും ഒന്നിക്കുന്ന ചാലിയാറും കാണാൻ പറ്റും. നീലിമല വ്യൂ പോയിൻറ്റിൻ്റെ മറ്റൊരു ഭാഗമാണിത്. നീലിമല വ്യൂ പോയിൻറ്റ് പാടിവയലിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ് നീലിമലയുടെ ലൊക്കേഷൻ വരുന്നത്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. ഒരു വശം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പച്ച പുതച്ച കാഴ്ചകളും മനോഹരമായ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ദൂരെ കാഴ്ചകളും ഇവിടെ നിന്നു കാണാൻ പറ്റും. വൻമലകളുടെ താഴ്വാരത്തു കൂടി വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന ചാലിയാറിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. നെല്ലാറച്ചാൽ നീലിമല വ്യൂ പോയിൻറ്റിൽ നിന്നും 15 കിലോമീറ്റർ മാറി അമ്പലവയലിനടുത്ത് കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയർ പരിസരമാണ് നെല്ലാറച്ചാൽ. കാറുമായി നമുക്ക് റിസർവോയറിൻ്റെ അടുത്തുവരെ പോകാൻ പറ്റും. പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇവിടേക്ക് പ്രവേശനം സൗജന്യമാണ്. കാരാപ്പുഴ അണക്കെട്ടിൻ്റെ വേറിട്ട കാഴ്ചകളാണ് സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി നെല്ലാറച്ചാൽ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാന്തമായ പരിസരമാണിവിടെ. ആദിവാസികൾ കുട്ടവഞ്ചികളിൽ മീൻ പിടിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ മത്സ്യകൃഷിയുള്ളതുകൊണ്ട് തന്നെ മീനൊക്കെ വാങ്ങാനും പറ്റും.
മൊട്ടക്കുന്നായതിനാൽ നല്ല വെയിലുണ്ടാകും. ഇവിടേക്ക് വൈകുന്നേരം പോകുന്നതായിരിക്കും നല്ലത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ചു സമയം ജലാശയത്തിനരികെ ശാന്തതയിലിരുന്ന് മീൻപിടുത്തവും ഗ്രാമീണരുടെ ജീവിത രീതികളും ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കാരാപ്പുഴ ഡാം. നെല്ലാറച്ചാലിൽ നിന്ന് 12 കിലോമീറ്റർ മാറി പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ അനുയോജ്യമായൊരു സ്പോട്ടാണ് കാരാപ്പുഴ അണക്കെട്ട്. ഡാമിലെ കാഴ്ചകളും ഗാർഡനും വളരെ ഭംഗിയുള്ളതാണ്. ലോങ്കസ്റ്റ് സിപ്പ് ലൈൻ, ട്രാംപോളിൻ, ഭീമൻ സ്വിംഗ് തുടങ്ങി ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. 30 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ചാർജ്. കാരാപ്പുഴ അക്വേറിയം. കാരാപ്പുഴ ഡാമിനടുത്തുള്ള ഫിഷറീസിൻ്റെ അക്വേറിയം 11 മണി മുതൽ 6 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. 20 രൂപയാണ് ഇവിടേക്ക് ഒരാൾക്ക് വരുന്ന എൻട്രി ചാർജ്. ഹെറിറ്റേജ് മ്യൂസിയം. അമ്പലവയലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയത്തിൽ വയനാടിൻ്റെ പുരാതന ഗോത്ര പാരമ്പര്യത്തെ എടുത്തുകാട്ടുന്ന നിയോലിതിക് കാലം മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള പ്രദർശന വസ്തുക്കളുണ്ട്. വയനാടിൻ്റെ ചരിത്രവും സംസ്കാരവും നിലവിലെ സാഹചര്യങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ പൈതൃക മ്യൂസിയത്തിലെ മൾട്ടിമീഡിയ തിയേറ്ററും ഉണ്ട്. 30 രൂപയാണ് ചാർജ് വരുന്നത്. 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഫാൻറ്റം റോക്ക്. അമ്പലവയലിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറിയാണ് ഫാൻറ്റം റോക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഒരു കോറിയിലൂടെയാണ് ഇങ്ങോട്ടേക്കുള്ള വഴി. ഇവിടെ കാർ പാർക്കിങ്ങിന് 30 രൂപ കൊടുത്താൽ അകത്തേക്ക് കയറ്റിവിടും. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശനം. വാഹനം മുകളിൽ എത്തുന്നതിനാൽ അധികം നടന്നു കയറേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന കോറിയിൽ പാറകളെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മലകൾ ഇനി എത്ര കാലം ഇതുപോലെ നിലനിൽക്കുമെന്നറിയില്ല. മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയോരമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ വഴിയിലൂടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. താഴെ ഇറങ്ങി കുറച്ചു നടന്നാൽ ഫാൻറ്റം പാറയുടെ അടുത്തെത്താം. ഇവിടേക്കുള്ള വഴിയിലെ പല പോയിന്റുകളിൽ നിന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഫാൻറ്റം റോക്കിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അടുത്തു നിന്ന് കാണുമ്പോൾ ഫാൻറ്റത്തിൻ്റെ ഷേപ്പായി തോന്നില്ല. അമ്പുകുത്തിമല, കൊളഗപ്പാറ, ആറാട്ടുപാറ തുടങ്ങിയ മലകളും വയനാടിൻ്റെ ദൂരക്കാഴ്ചകളും ഇവിടെ നിന്ന് കാണാം. സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്നവർ സൂക്ഷിക്കേണ്ടതാണ്. കാൽ വഴുതിയാൽ വലിയ കൊക്കയിലേക്കാണ് വീഴുക. എടക്കൽ ഗുഹ. ഫാൻറ്റം റോക്കിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറി അമ്പുകുത്ത മലയിലാണ് എടക്കൽ ഗുഹയുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ മുൻഗാമികളെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചുമുള്ള അപൂർവ കാഴ്ചകളാണ് എടക്കൽ ഗുഹ. ഒരു വലിയ പാറ രണ്ടായി പിളർന്നുണ്ടായ ഗുഹകളാണിവ. ശിലാലിഖിതങ്ങളും കല്ലിൽ കൊത്തിയ മരങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ ഇവിടെ കാണാൻ പറ്റും. 50 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ്. രാവിലെ 8:30 മുതൽ 4 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം വരുന്നത്. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ. മുത്തങ്ങ വൈൽഡ് ലൈഫ്. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിലുള്ള വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. കടുവകളുടെയും പുള്ളിപ്പുലികളുടെയും ആവാസ കേന്ദ്രമാണ് ഇവിടം.
ആന, കാട്ടുപോത്ത്, പുള്ളിമാൻ, മ്ലാവ് എന്നിവയും ഇവിടെ കാണാൻ പറ്റും. നല്ല തിരക്കുള്ളതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ പുലർച്ചെ വന്ന് ക്യൂ നിൽക്കേണ്ടി വരും. രാവിലെ 7 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയുമാണ് ഇവിടേക്കുള്ള എൻട്രി. ബസ് സഫാരിക്ക് 300 രൂപയും ജീപ്പിന് 4 പേർക്ക് 2000 രൂപയുമാണ് ചാർജ്. ഇത്രയും ചാർജ് കൊടുത്ത് കയറിയാലും മൃഗങ്ങളെ കാണുന്നത് നമ്മുടെ ഭാഗ്യം പോലിരിക്കും. മുതുമലൈ ടൈഗർ റിസർവ്. മുത്തങ്ങ വൈൽഡ് ലൈഫിൽ പോകുന്നതിനേക്കാളും രാവിലെ 6 മണിക്ക് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതുമലൈ ഫോറസ്റ്റ് റൂട്ടിലൂടെ മസിനഗുഡിയിലേക്കുള്ള യാത്രയിൽ ഒരുപാട് മൃഗങ്ങളെയും ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി തോട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ 3 സ്റ്റേറ്റിലൂടെ പോകുന്ന വളരെ മനോഹരമായൊരു റൂട്ട് തന്നെയാണിത്. അതിൽ മുതുമലൈ ഫോറസ്റ്റാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുക. തമിഴ്നാട് നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ദേശീയോദ്യാനം കടുവ, പുള്ളിപ്പുലി, ആന, കരടി തുടങ്ങിയ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ ജീപ്പ് സഫാരിയും ആന സഫാരിയും ഉണ്ട്. 30 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ടൈമിംഗ്. മസ്സിനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ ഗൂഡല്ലൂർ വഴി സുൽത്താൻ ബത്തേരിയിലേക്കും നാടുകാണി ചുരം വഴി മലപ്പുറത്തേക്കോ പോകാൻ പറ്റും. ഇനി കാണിക്കുന്നത് വൈത്തിരിയിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള സ്ഥലങ്ങളാണ്. വയനാട് ടീ മ്യൂസിയം.
വൈത്തിരിയിൽ നിന്ന് 9 കിലോമീറ്റർ മാറിയാണ് ഈ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 50 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി മുതൽ വയനാടൻ തേയിലയുടെ ചരിത്രം വരെ മ്യൂസിയം കാഴ്ചക്കാർക്ക് ഒരുക്കിയിട്ടുണ്ട്. 3 നിലകളിലായാണ് മ്യൂസിയം സജ്ജമാക്കിയിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ തേയില സംസ്കരിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന പഴയ യന്ത്രങ്ങളും ആദ്യകാല ഫോട്ടോകളും മ്യൂസിയത്തെ ഏറെ ആകർഷിതമാക്കുന്നുണ്ട്. കർലാട് തടാകം. ബാനാസുര ഡാമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തടാകം വയനാടിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഒളിച്ചിരിക്കുന്ന അറിയാ സ്ഥലങ്ങളിൽ ഒന്നാണ്. തടാകത്തിലൂടെയുള്ള സിപ്പ് ലൈനും ബോട്ടിങ്ങും മികച്ചൊരു അനുഭവമായിരിക്കും. 30 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ് വരുന്നത്. 9 മണി മുതൽ 5 മണി വരെയാണ് ടൈമിംഗ്. ബാനാസുര സാഗർ ഡാം. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ബാനാസുര സാഗർ ഡാം. വിശാലമായ നടപ്പാതയും ഗാർഡനും ഈ ഡാമിന് ചുറ്റുമുള്ള കാഴ്ചകളാണ്. ഡാമിലൂടെയുള്ള ബോട്ടിംഗാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 40 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ബാണാസുര ഹിൽ. പ്രകൃതിയെ അറിഞ്ഞ് മലമുകളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണ്. ഒട്ടേറെ കുന്നുകളും ഇടതിങ്ങിയ വനവും അരുവികളുടെയും സുന്ദര കാഴ്ചകൾ നിറഞ്ഞ ആരെയും മോഹിപ്പിക്കുന്ന ഒരു ട്രെക്കിംഗ് സ്പോട്ടാണിത്. മലമുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. മീൻമുട്ടി വാട്ടർഫോൾ. വയനാട്ടിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് മീൻമുട്ടി വാട്ടർഫോൾ. 3 തട്ടുകളിൽ നിന്നായി 300 മീറ്റർ ഉയരത്തിൽ നിന്നും പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ട്രക്കിങ്ങിന് ഏറ്റവും യോജിച്ച ഇടങ്ങളിലൊന്നാണ്. കുറച്ചു ദൂരം ഇവിടേക്ക് നടക്കാനുണ്ട്. 40 രൂപയാണ് ചാർജ് വരുന്നത്. 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. E3 തീം പാർക്ക്. ബാനാസുര ഡാമിൽ നിന്ന് 21 കിലോമീറ്റർ മാറി ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരുപാട് ആക്ടിവിറ്റികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പാർക്കാണിത്. പെറ്റ് സൂ, മോസ് ഗാർഡൻ, വാക്കിൻ ഏവിയറി, സിപ്പ് ലൈൻ, മറൈൻ അക്വേറിയം, വെള്ളച്ചാട്ടം, ട്രൈബൽ വില്ലേജ് തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 550 രൂപയും കുട്ടികൾക്ക് 450 രൂപയുമാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. രാവിലെ 9:30 മുതൽ 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. പ്രിയദർശിനി ടീ എസ്റ്റേറ്റ്. E3 തീ പാർക്കിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാറി 400 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ എസ്റ്റേറ്റ്. തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായി പ്ലാന്റേഷൻ ടൂർ, തേയില ചായപ്പൊടിയാക്കുന്ന രീതി, പലതരത്തിലുള്ള ചായകൾ രുചിച്ചു നോക്കാനുള്ള ഫാക്ടറി ടൂർ, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ട്രക്കിംഗ്, തേയിലത്തോട്ടത്തിൽ കൂടെയുള്ള സൈക്ലിങ്ങും സ്റ്റേയും സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഴശ്ശിരാജ മ്യൂസിയം. സ്വാതന്ത്ര്യ സമര ചരിത്രരേഖകളിൽ വീരകേരള സിംഹം എന്നടയാളപ്പെടുത്തപ്പെട്ട യോദ്ധാവാണ് കേരളവർമ്മ പഴശ്ശിരാജ. മാനന്തവാടിയിൽ കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ് ശവകുടീരം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് അത് മ്യൂസിയമാക്കി മാറ്റി. പഴശ്ശിയുടെ വാളും കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. കുറുവ ദ്വീപ്. പഴശ്ശിരാജ മ്യൂസിയത്തിൽ നിന്ന് 16 കിലോമീറ്റർ മാറി കബനി പുഴയുടെ നടുവിലുള്ള ഒരു കൂട്ടം തുരുത്തുകളാണ് കുറുവ ദ്വീപ്. മുളകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കുന്ന ചങ്ങാടങ്ങളിൽ പുഴയിലൂടെയുള്ള യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വേഴാമ്പലുകൾ, തത്തകൾ, വിവിധതരം ചിത്രശലഭങ്ങൾ എന്നിവയുടെ ആവാസ മേഖലയും കൂടിയാണിത്. 2 ചെറിയ തടാകങ്ങളും ഇവിടെയുണ്ട്. 110 രൂപയാണ് ഇവിടെയുള്ള എൻട്രി ചാർജ്. 9:30 മുതൽ 3:30 വരെയാണ് ടൈമിംഗ്. മഴക്കാലത്ത് അധികവും ഇവിടെ അടച്ചിടാറാണ് പതിവ്. വാൽമീകം ട്രൈബൽ മ്യൂസിയം. കുറുവ ദ്വീപിനടുത്തുള്ള ഈ മ്യൂസിയത്തിൽ ഗോത്രവർഗ ജീവിതശൈലി, ആചാരങ്ങൾ, ഉപകരണങ്ങൾ, മണ്ണിൽ നിർമ്മിച്ച പ്രതിമകൾ എന്നിവയെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 40 രൂപയാണ് ഒരാൾക്ക് വരുന്ന എൻട്രി ചാർജ്. 9 മണി മുതൽ 6 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. കൂടൽ കടവ്. കുറുവ ദ്വീപ് സന്ദർശിക്കാൻ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരിടമാണ് തൊട്ടടുത്തു തന്നെയുള്ള കൂടൽ കടവ്. 2 പുഴകൾ കൂടിച്ചേരുന്ന ചെറിയൊരു ചെക്ക് ഡാമാണിത്. സോഷ്യൽ മീഡിയകളിലൂടെ ഫേമസ് ആയ ഈ കടവിൽ നീന്തി കുളിക്കാനും മീൻ പിടിക്കാനും വേണ്ടി ധാരാളം ആളുകൾ എത്താറുണ്ട്. മഴക്കാലത്ത് പുഴയിലേക്ക് ഇറങ്ങാതിരിക്കുക. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ്. സഹ്യപർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വന്യജീവി സങ്കേതം വിവിധയിനം വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. വനത്തിലൂടെയുള്ള സഫാരിയാണ് ഇവിടുത്തെ ഏറ്റവും മികച്ച ഹൈലൈറ്റ്. രാവിലെ 7 മുതൽ 10 വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയുമാണ് എൻട്രി. ജീപ്പ് സഫാരിക്ക് 4 പേർക്ക് 2000 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. തിരുനെല്ലി ടെമ്പിൾ.
മാനന്തവാടിയിൽ നിന്ന് 25 കിലോമീറ്റർ മാറി ഫോറസ്റ്റിനകത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രം ഏറ്റവും കൗതുകം ഉളവാക്കുന്നതാണ്. തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിയിൽ ഇരുവശവും വന്യമൃഗങ്ങളെയും കാണാം. ഇതിനടുത്തുള്ള പാപനാശിനി അരുവി നല്ലൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. തിരുനെല്ലിയിലേക്കുള്ള വനപാതകൾ പിന്നിട്ടാൽ ബ്രഹ്മഗിരിയുടെ താഴ്വാരമായി. ഇവിടെ നിന്നുമാണ് മലനിരകളിലേക്കുള്ള ട്രെക്കിംഗ്. വനം വകുപ്പാണ് ഇവിടേക്ക് സഞ്ചാരികളെ കൊണ്ടുപോവുക. രാവിലെ 7:30 മുതൽ 9:30 വരെയാണ് ടൈമിംഗ്. 5 പേർക്ക് 2360 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. തിങ്കൾ വെള്ളി ദിവസങ്ങൾ അവധിയായിരിക്കും. പക്ഷിപാതാളം. ബ്രഹ്മഗിരി കുന്നുകൾക്ക് മുകളിൽ കർണാടക ഫോറസ്റ്റ് റേഞ്ചിനോട് ചേർന്നാണ് പക്ഷിപാതാളത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മനുഷ്യ സാന്നിധ്യം ഇഷ്ടമല്ലാത്ത ചിത്രകൂടൻ ശരപക്ഷികളുടെ വാസസ്ഥലമാണ് പക്ഷിപാതാളം. കാട്ടുപോത്തും കാട്ടാനകളും ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായതിനാൽ ഇങ്ങോട്ടേക്കുള്ള യാത്ര അതീവ സാഹസികത നിറഞ്ഞതാണ്. അടുത്തതായി കാണിക്കുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട ട്രക്കിംഗ് സ്പോട്ടുകളാണ്. അടുത്തതായി കാണിക്കുന്നത് വ്യൂ പോയിന്റുകളാണ്. ഇനി കാണിക്കുന്നത് വയനാട്ടിലെ വെള്ളച്ചാട്ടങ്ങളാണ്. മറ്റുള്ള സ്ഥലങ്ങൾ നോക്കാം. അടുത്തതായി കാണിക്കുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട റിസോർട്ടുകളാണ്. ബുക്കിംഗ് നമ്പർ അതിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.